ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സ്ട്രീമിംഗ് മൂവിയിലേക്കാണ്. അതും ഒരു ജാപ്പനീസ് ലാംഗ്വേജിലുള്ള ഒരു മൂവിയാണ്. അപ്പോൾ മൂവിയുടെ പേര് ഗോഡ്സില്ല -1 എന്നാണ്. അപ്പോൾ ഈ ഗോഡ്സില്ല മൂവീസ് സാധാരണ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഞാനൊക്കെ കണ്ട് പരിചയിച്ചിട്ടുള്ള ഗോഡ്സില്ല മൂവീസ് ഞാൻ ഒരു 96-ലോ 98-ലോ വന്ന ഒരു ഇംഗ്ലീഷ് ഗോഡ്സില്ല മൂവിയുണ്ട്. ന്യൂയോർക്ക് നഗരത്തിലേക്ക് ഒരു ഗോഡ്സില്ല വരുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൂവിയുണ്ട്. അതിൻ്റെ സൗണ്ട് എഫക്റ്റൊക്കെ ഒന്ന് ഭയങ്കര സംഭവമായിരുന്നു. ഞാനിപ്പോഴും അതിൻ്റെ ഒരു ബ്ലൂറേ ഡിസ്കൊക്കെ വച്ചിട്ടുണ്ട്. വളരെ എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു പടമാണ് ഗോഡ്സില്ല എന്ന് പറഞ്ഞാൽ. പിന്നെ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഗോഡ്സില്ല വേഴ്സസ് കിങ് കോങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പടങ്ങൾ വന്നിരുന്നു. അതിനിടയ്ക്ക് 1-2 മൂവീസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ജാപ്പനീസ് കൾച്ചറിൽ ശരിക്കും ഈ ഗോഡ്സില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എംബേർഡ് ആയിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഒരുപാട് നോവൽസ്, ഒരുപാട് സിനിമകൾ ഒക്കെ വരുന്നതാണ് ഈ ഗോഡ്സില്ല എന്ന് പറയുന്ന ക്യാരക്ടറിനെ വെച്ചിട്ട്. അപ്പോൾ ഈ സിനിമ, ഈ ഗോഡ്സില്ല -1 എന്ന് പറയുന്ന പടം ഈ ഫ്രാഞ്ചൈസിയിൽ തന്നെയുള്ള 44-ാമത്തെയോ മറ്റോ സിനിമയാണ്. എനിക്കതിന് അത്ര ഡെപ്തായിട്ട് ബാക്കി സിനിമകളെ പറ്റി അറിയത്തില്ല. പക്ഷേ ഈ ഫ്രാഞ്ചൈസി തന്നെയുള്ള ഏതാണ്ട് 44-ാമത്തെ സിനിമയാണ്. ഞാൻ ഈ സിനിമ കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ 2023 മികച്ച വിഷ്വൽ എഫക്ട്സിനുള്ള ഓസ്കാർ കിട്ടിയത് ഈ പടത്തിനായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് എങ്ങനെ കാണാൻ പറ്റുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇത് പ്രൈമിലേ ഉള്ളൂ, അതും ജപ്പാനിലേ ഉള്ളൂ, ബാക്കിയുള്ള രാജ്യത്തുള്ളവർക്ക് അത് കാണാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഇത് നെറ്റ്ഫ്ലിക്സിൽ വരുന്നു. നെറ്റ്ഫ്ലിക്സിലൊരു ടോപ്പ് സ്ട്രീമിംഗ് മൂവിയായിട്ട് മാറുന്നു. ഞാനങ്ങനെയാണ് ഈ സിനിമ കാണുന്നത്. ഈ സിനിമയുടെ ഒരു പ്രൊമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്താണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. ഈ ജപ്പാൻ യുദ്ധത്തിൽ തോറ്റിരിക്കുകയാണ്. സോ ഒരുപാട് കഷ്ടതകളിൽ കൂടെ അവിടുത്തെ ആൾക്കാർ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആ കഷ്ടതകളിലേക്ക് ഒരു യുദ്ധം കഴിഞ്ഞ് ജീവൻ രക്ഷപ്പെട്ടു വരുന്ന ഒരു ഭടൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്ന ഒരു സ്ത്രീയും ഒരു കുഞ്ഞ് വാവയും. അപ്പോൾ ആ കുഞ്ഞു വാവയ്ക്ക് പിന്നെ അത് ഈ അപകടത്തിൽ മരിച്ചു വേറെ ആരുടെയോ ഒരു കുഞ്ഞു വാവയാണ്. അപ്പോൾ അങ്ങനെ ഈ 3 ക്യാരക്ടേഴ്സ് വരുന്നു. അപ്പോൾ നല്ല ഇമോഷണൽ കണ്ടൻ്റാണ് ഇതിൻ്റെ ഒരു ബേസ് സ്റ്റോറി ലൈൻ. ഇതിൻ്റെ ഇടയിൽ ഈ ഗോഡ്സില്ല എന്ന് പറഞ്ഞ ഈ വമ്പൻ ക്യാരക്ടറിനെ കൊണ്ടുവരുന്നതാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലൂ ചെയ്തിരുത്തുന്ന ഓഡിയൻസിന് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇമോഷണൽ കണ്ടൻറ്റ് ഉള്ളൊരു ബേസ് പ്ലോട്ടിലൂടെ ആ ഗോഡ്സില്ലയുടെ കഥ പറയുവാണ്. നമ്മൾ ഇതുവരെ കണ്ട പോലത്തെ ഒരു ഗോഡ്സില്ലയിൽ ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഗോഡ്സില്ലയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതും ചില സാധനങ്ങളൊക്കെ ഈ വിഷ്വൽ എഫക്ട്സിൽ എന്തുകൊണ്ട് ഓസ്കാർ കിട്ടിയെന്ന് പറഞ്ഞാൽ ചില സീൻസുകളൊക്കെ ഭയങ്കരമാണ്. നമ്മളത് കാണുമ്പോഴേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഈ കടലിൽ നിന്ന് യുദ്ധക്കപ്പലൊക്കെ അടിച്ചിടുന്ന കുറച്ച് സീന്, ഒരു ബോട്ടിനെ ചേസ് ചെയ്യുന്ന വരുന്ന ഒരു സീന്, അതൊക്കെ ഭയങ്കര എഫക്റ്റോടെയാണ് നമുക്ക് കാണാൻ സാധിക്കും. ഞാനൊരു ടി വിയിൽ കണ്ടപ്പോൾ പോലും എനിക്കത് ഭയങ്കര പിന്നെ എന്താ പറയുക, ഭയങ്കര എഫക്റ്റുള്ള ഒരു സീനാണെന്ന് തോന്നി. കുറച്ചും കൂടി വലിയ സ്പീക്കറിലും നമ്മൾ തിയേറ്ററിലൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര എന്ന് വെച്ചാൽ ഒരു ഫുൾ സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടുന്ന എലമെൻറ്റ്സ് അതിൻ്റെ അകത്തുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് ഇപ്പോൾ തിയേറ്ററിൽ കാണാൻ നിവർത്തിയില്ല. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണ് സിനിമ സ്ട്രീം ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരുപാട് നല്ല വിഷ്വൽ എഫക്ട്സ് ഉള്ള ഒരു അടിപൊളി ഗോഡ്സില്ല മൂവിയാണ്. ഈവൻ സ്റ്റീവൻ സ്പിൽബർഗ് കണ്ടിട്ട് പോലും പുള്ളി പറഞ്ഞത് ഭയങ്കരമായ ഫാനായി മാറിയെന്നാണ് ഈ സിനിമയുടെ. അങ്ങനെ ഒരുപാട് ക്രിട്ടിക്സ് റിവ്യൂസ് ഈ സിനിമയെ പറ്റി വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം പറയുകയും അങ്ങനെയാണ് ഈ സിനിമ ഒരു ട്രെൻഡിങ് മൂവി ആയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ സിനിമയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ കാണുക. സിനിമയുടെ പിന്നെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഓഡിയോ ഒക്കെ വെച്ചിട്ട് വീട്ടുകാർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഓഡിയോ ഒക്കെ വെച്ച് കാണുക. കാര്യം എന്ന് വെച്ചാൽ അതിനുള്ള സാധനങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും.